കാണും വിറ്റോണോ നടനാള് വന്നേ. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ് ഈ കാണുന്ന കൽമണ്ഡപവും കിള്ളിയാറിലേക്കുള്ള കൽപ്പടവുകളും. എക്സസൈസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. നടക്കുന്നത് അപ്പൊ ഇതിനൊന്ന് നമുക്ക് ആഹാരത്തിൽ ഒന്ന് നിയന്ത്രിച്ചാൽ മതി. ഒന്ന് എക്സസൈസ് നടക്കുക അങ്ങനെ എന്തെങ്കിലും കൂടെ ചെയ്യുമ്പോൾ കൊളസ്ട്രോൾ ഒന്ന് കുറഞ്ഞോളും. ഇതിൽ നമുക്ക് മരുന്ന് വേണ്ട. അപ്പം ഷുഗറും അച്ഛന് ഷുഗർ വലിയ കുഴപ്പമില്ല. ഇത്രയും ഇതിൽ നിയന്ത്രണമൊന്നും വേണ്ട ഷുഗറില്. രാവിലെയും രാത്രിയും ഓരോന്ന്. രാത്രി ഒരു നേരം.
തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി കെ മധു അവറുകളെ വളരെ വിനയപുരസ്സരം ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. ഒപ്പം അവാർഡ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ശ്രീമതി ഷീലയെ സ്നേഹാദരങ്ങളോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നടത്തിയത് ഈ 3 കമ്മിറ്റികളും തിരഞ്ഞെടുത്ത 20 സിനിമകൾ എല്ലാ ജൂറി അംഗങ്ങളും ഒന്നിച്ചിരുന്നു. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളുടെ വിതരണം ഇവിടെ ആരംഭിക്കും. ചെല്ലമ്മയായി വേഷമിട്ട ഷീലയെ 2005 അകലെ എന്ന ചിത്രത്തിലൂടെ മികച്ച സ്വഭാവ എല്ലാരും ചൊല്ലണ എല്ലാരും ചൊല്ലണ എല്ലാരും ചൊല്ലണ കല്യാണി നെഞ്ചിലെന്ന കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന ഞാനൊന്നു നോക്കിയപ്പോൾ നീലക്കരുമ്പിന്റെ തുണ്ടാണു കണ്ടതയ്യ ചക്കര തുണ്ടാണു കണ്ടതയ്യ പെരിയാറേ പെരിയാറേ പാർവതനിരയുടെ പള്ളീരേ പുളിയും കൊണ്ട് ഭൂമി നടക്കും മലയാളി പെണ്ണാണുമീ ഒരു മലയാളി പെണ്ണാണുമീ പെരിയാറേ പെരിയാറേ പാർവതനിരയുടെ പള്ളീരേ പുളിയും കൊണ്ട് ഭൂമി നടക്കും മലയാളി പൊന്നലകൾ ഞൊറിഞ്ഞൊടുത്ത് പോകാനൊരുങ്ങുകയാണല്ലോ
വായും പൂക്കൾ തൂവും കാലം. ഫോട്ടോയൊക്കെ ഇട്ട് തരണം കേട്ടോ. ക്യാമറക്കകത്ത് വെച്ചിരുന്ന ശരിയാവില്ല അല്ലേ? എല്ലാം മാറ്റി കൈയടിക്കോ? 7/10/25 എന്നല്ലേ ഡേറ്റ്? നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി വാർഡ് കൗൺസിലർ. ബഹുമാനമുള്ള അധ്യക്ഷൻ, നമ്മുടെ മണ്ഡലത്തിൻ്റെ മുൻ മന്ത്രിയും MLA-യുമായ ശ്രീ അഡ്വക്കേറ്റ് ആൻ്റണി രാജു അവർ, ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന കാന്തല്ലൂർ റെസിഡൻസിൻ്റെ നടപടികൾ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മേടൽ വിക്രമൻ്റെ അധ്യക്ഷതയിൽ യോഗം ചേരുന്നത്. സ്നേഹബഹുമാനമുള്ളവരെ, തിരുവനന്തപുരം നഗരസഭയുടെ 5 വർഷം പൂർത്തിയാകാൻ വേണ്ടി പോവുകയാണ് ഏറ്റെടുക്കുന്നത്. അതുപോലെ ഇതുവരെയുള്ള ഞങ്ങളുടെ കാലഘട്ടത്തിൽ വലിയ ശാലയിലും തിരുവനന്തപുരം നഗരത്തിലും നിരവധിയായിട്ടുള്ള ക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളവരാണ്. അവാർഡ്, അങ്ങനെ നിരവധിയായിട്ടുള്ള അന്തർദേശീയ അവാർഡുകളെല്ലാം തിരുവനന്തപുരം നഗരസഭയ്ക്ക്, ഞാനും നിങ്ങളും അടങ്ങുന്ന നഗരവാസികൾ താമസിക്കുന്ന പ്രദേശത്തിൻ്റെ പരിശോധന നടത്തിക്കൊണ്ട് നമുക്ക് നൽകിയിട്ടുള്ള അവാർഡുകളാണ് അന്തർദേശീയ അവാർഡുകൾ. ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്ന ശുചിത്വ മറ്റു പരിപാടികൾ ഇത് ബഹുമാനപ്പെട്ട MLA വിദ്യാഭ്യാസവും മന്ത്രിയും ചേർന്നാണ് അതിൻ്റെ തറക്കല്ലിട്ടത്. ായിരുന്നു ഇനി ഇവിടെ ഏതെങ്കിലും റോഡ് സഞ്ചാരയോഗ്യമല്ലാത്തതുണ്ടോ എന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടിരിക്കുന്നു. നഗരസഭയിൽ നിന്നും ഒരു വാർഡ് പോകുമ്പോൾ ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്ന നമ്മളെ മക്കളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നിപ്പോൾ നമ്മുടെ നഗരത്തിനകത്ത് വന്നു കയറിയാൽ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക പല ഭാഗത്തുനിന്ന് പ്രകടിപ്പിക്കുകയുണ്ടായി. 2, ഇത് ഈ ലോകത്ത് ആർക്കും ചെയ്യാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ മേടയിൽ വിക്രമൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ വാർഡിൻ്റെ പ്രിയങ്കരനായ കരുത്തനായ ജനകീയനായ കൗൺസിലർ ശ്രീ കൃഷ്ണകുമാർ, പ്രിയങ്കരായ മാടൻ കോവിലിൻ്റെയും തിരുമുറ്റത്താണ് ഇന്ന് ഈ മഹത്തായ 2-3 സംരംഭങ്ങൾ ജനങ്ങൾക്ക് കാഴ്ചവെക്കുന്നത്. ഈ സമയത്ത് തന്നെയാണ് 2 ക്ഷേത്രങ്ങളിൽ നിന്നും ഉയർന്ന മണിനാദങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് നമ്മുടെ ഈ ഉദ്ഘാടന കർമ്മം ഇവിടെ നടത്താൻ സർവേശ്വരൻ അനുഗ്രഹിച്ചിരിക്കുന്നു എന്നുള്ളതൊരു യാദൃച്ഛികമാണെങ്കിലും അതിനൊരു പ്രത്യേകതയുണ്ട്. ഇന്റർലോക്ക് ഇടാനായിട്ട് നിർബന്ധിച്ചത് എന്തായാലും ഓടയായാലും ഹോട്ടൽ കയറിയാൽ കാസർഗോഡ് വരെ ഒരു പേടിക്കാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന നല്ല സുന്ദരമായ ജലപാതയാണ്. മലയോര ഹൈവേ ആധാർ നഗരസഭയുടെ നമ്മുടെ വയോജന കേന്ദ്രങ്ങളെ കുറിച്ച് പറഞ്ഞു. ആശംസ നടത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രീ അയ്യപ്പൻ സെക്ഷൻ്റെ എഞ്ചിനീയർ മാഡം, നീ എന്നെ അങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. ഇനി വർക്ക് നഗരസഭയുടെ വർക്ക് ഏറ്റെടുത്ത നമ്മുടെ സ്റ്റെഫിൻ സാർ തീർച്ചയായിട്ടും നഗരസഭ വികസനം എന്നുള്ളത് ഒരു വാക്കിൽ മാത്രമാകാതെ വികസനം നമ്മുടെ കൺമുന്നിൽ ഒരു പ്രശ്നമുണ്ട്. സാധാരണ ഒരു ഓവർസിയർ ട്രെയിനിങ് അശ്വിൻ, ഹെഡ് ലേബർ ഷാജി, ഒരു മികച്ച മാതൃക തന്നെയാണ്. പോയിന്റുകൾ പ്രവൃത്തിയാണ് ഇവിടെ ചെയ്തത്. അതുപോലെ തന്നെ
ഈ പണികൾക്കും അത് വസന്ത കൃഷ്ണൻ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ബഹുമാനപ്പെട്ട നല്ല കൈ ഓക്കെ ശരി. യോഗ നടപടികൾ അവസാനിച്ചു. 5 വർഷം എന്നാണ് തികയാൻ പോകുന്നത്? ഉടനെ ഉണ്ടാവും, ഡിസംബറിലുണ്ടാവും. ഡിസംബറിൽ എത്രാം തീയതി? ഡിസംബർ 28 സത്യപ്രതിജ്ഞ. പുതിയ ഇത്. അപ്പോൾ അതുവരെ കാലാവധി ഉണ്ടല്ലോ? അല്ലല്ല, നവംബർ ലാസ്റ്റോടുകൂടി തീരും. നവംബർ ലാസ്റ്റ്.